അബിയെ അലീനയുടെ കൂടെ കണ്ടപ്പോൾ അവനൊരു നിസ്സാരക്കാരനല്ല എന്ന് മായയ്ക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് വളരെ ബഹുമാനത്തോടെയായിരുന്നു അവൾ ഇപ്പോൾ അബിയോട് സംസാരിക്കുന്നത്. വേണ്ട വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഐ ട്രസ്റ്റ് യു. അബി അവളെ ആശ്വസിപ്പിച്ചു. താങ്ക് യു സാർ. പുഞ്ചിരിച്ചുകൊണ്ട് മായ അഭിനവിനൊപ്പം ഓഫീസിൽ കയറി. നടക്കുന്നതിനിടയിൽ മായയ്ക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നു. അവൾ പേഴ്സിൽ കൈയിട്ടു. സാർ, ഇത് നിങ്ങളുടെ കാർഡാണ്. സോറി, ഞാൻ തരാൻ മറന്നുപോയി. അഭിനവ് അവളിൽ നിന്ന് കാർഡ് വാങ്ങി. തന്റെ കാർഡ് എന്തുകൊണ്ട് തിരികെ തന്നില്ല എന്ന് അവളോട് ചോദിക്കാനിരിക്കായിരുന്നു അബി. പിന്നെ അന്ന് താനും കാർഡ് ചോദിക്കാൻ മറന്നുപോയെന്ന് അവൻ ഓർത്തു. എന്നിരുന്നാലും ആ ബ്ലാക്ക് കാർഡ് വീണ്ടും കയ്യിൽ കിട്ടിയപ്പോൾ അഭിനവിന് മുമ്പത്തെ പോലെ സന്തോഷം തോന്നിയില്ല. കാരണം ഇപ്പോൾ അവന്റെ പക്കൽ അതിനേക്കാൾ വിലയേറിയ ബ്ലാക്ക് ഡയമണ്ട് കാർഡ് ഉണ്ടായിരുന്നു. അഭിനവിനൊപ്പം മായ അവന്റെ ക്യാബിനിലെത്തി. അവിടെ ഒരു പെൺകുട്ടി ഫയലുമായി ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും ഇതാരാണെന്ന് ചിന്തിച്ച് അബി മായയെ നോക്കി. സർ, ഇതാണ് നിങ്ങളുടെ പുതിയ സെക്രട്ടറി ടീന. അഭിനവിനെയും മായയും കണ്ടതും ടീന ഉടനെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് സാർ, ബഹുമാനത്തോടെ അവൾ പറഞ്ഞു. മോർണിംഗ്. അഭിനവ് വീണ്ടും മായയെ നോക്കി. കാര്യങ്ങളെല്ലാം ടീനയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എങ്കിൽ പിന്നെ മായ പോയിക്കോളൂ, അബി പറഞ്ഞു. മായ തലയാട്ടി അവിടെ നിന്ന് പോയി. അഭിനവ് തന്റെ ചെയറിലിരുന്ന് ടീനയെ നോക്കി. അപ്പൊ സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ടല്ലേ? ഇനി എഞ്ചിനീയർമാർ അവരുടെ ജോലി എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഞാൻ ഉടനെ തന്നെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് സന്ദർശിക്കും, അബി പറഞ്ഞു. ഓക്കെ സാർ, ടീന തലയാട്ടി. പാർട്ടിക്ക് പ്രോഡക്റ്റ് അപ്പം കൊടുക്കാൻ കഴിയും. ഇൻസ്റ്റലേഷൻ എപ്പോഴാണ്? അഭിനവ് മറ്റൊരു ചോദ്യം ചോദിച്ചു. ടീന ഫയൽ തുറന്നു നോക്കി. ബുധനാഴ്ച സാർ, അവൾ പറഞ്ഞു. ശരി, താനിപ്പോ എന്റെ കൂടെ വരും. ഇപ്പൊ തന്നെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം, അബി പറഞ്ഞു. അവൻ ക്യാബിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ടീനയും ഫയലുമായി അവന്റെ പിന്നാലെ വന്നു. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ വലിയ കെട്ടിടത്തിൽ പ്രവേശിച്ചപ്പോൾ എല്ലാവരും തിരക്കിലാണെന്നും സാധനങ്ങളുടെ ബോക്സുകൾ വന്നുകൊണ്ടിരിക്കുന്നതും അഭിനവ് കണ്ടു. ഒരു നിമിഷം മായ കൂടുതൽ റോ മെറ്റീരിയൽസ് ഓർഡർ ചെയ്തോ എന്ന് അഭിനവിന് തോന്നി. പക്ഷെ ഇപ്പോൾ റോ മെറ്റീരിയൽസ് കൂടുതൽ ഓർഡർ ചെയ്താൽ പിന്നീട് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അത് സഹായകരമാകും എന്നവൻ ചിന്തിച്ചു. എഞ്ചിനീയറിംഗ് ടീമിന്റെ സൂപ്പർവൈസർ അബി അവിടെ കണ്ടപ്പോൾ ഉടനെ അവന്റെ അടുത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ് സാർ, അയാൾ പറഞ്ഞു. മോർണിംഗ്. എത്ര യൂണിറ്റുകൾ നിർമ്മിക്കണമെന്നാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? അബി ചോദിച്ചു. മായ മാഡം 100 യൂണിറ്റ് എന്നാണ് പറഞ്ഞത് സാർ, സൂപ്പർവൈസർ മറുപടി നൽകി. 100 യൂണിറ്റുകൾ? അത് ബുധനാഴ്ചയ്ക്ക് മുമ്പ് തന്നെ തയ്യാറാവുന്ന ഉറപ്പാണോ? അബി അല്പം അത്ഭുതത്തോടെ ചോദിച്ചു. സാർ, അല്പം ബുദ്ധിമുട്ടാണ്, പക്ഷെ ശ്രമിക്കുന്നുണ്ട്. ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൂപ്പർവൈസറുടെ മറുപടിക്ക് അഭിനവ് തലയാട്ടി. ജോലി കൂടുതൽ വരുമ്പോൾ വർക്കേഴ്സിന് മാക്സിമം ടെൻഷൻ വരാത്ത രീതിയിൽ വേണം ഡീൽ ചെയ്യാൻ എന്ന് അബി ചിന്തിച്ചു. അല്ലെങ്കിൽ അത് അവരുടെ ജോലിയെ ബാധിക്കുമെന്നും പെട്ടെന്ന് അവർക്ക് മടുത്തു പോകുമെന്നും അവനറിയാം. അവരുടെ ഹെഡ് എന്ന നിലയിൽ താൻ അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഒപ്പം നിന്നാൽ അവർ ജോലിയിൽ കൂടുതൽ താല്പര്യം കാണിക്കുമെന്നതായിരുന്നു അഭിനവിന്റെ പ്രിൻസിപ്പൽ. ബുധനാഴ്ചയ്ക്ക് മുമ്പ് വർക്ക് പൂർത്തിയാക്കിയാൽ മുഴുവൻ ടീമിനും എന്റെ ഭാഗത്തുനിന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. എന്തു പറയുന്നു? അഭിനവിന്റെ സമ്മാന വാഗ്ദാനം കേട്ടതും സൂപ്പർവൈസറുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. താങ്ക് യു സാർ, വിഷമിക്കണ്ട, ബുധനാഴ്ചയ്ക്ക് മുമ്പ് തീർച്ചയായും പൂർത്തിയാക്കും. സൂപ്പർവൈസർ ഗിഫ്റ്റിന്റെ കാര്യം കേട്ടപ്പോൾ കൂടുതൽ ഉഷാറായി എന്ന് അബി മനസ്സിലാക്കി. എന്നിരുന്നാലും അവൻ അയാൾക്ക് മുന്നറിയിപ്പ് നൽകി. വെരി ഗുഡ്, പക്ഷെ ഓർക്കുക, ഒരു ഉൽപ്പന്നത്തിന്റെയും ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യരുത്, മനസ്സിലായോ? അബി ഇത് പറയുമ്പോൾ സൂപ്പർവൈസർ തലയാട്ടി. അപ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സ്ക്രീനിൽ അനന്യയുടെ പേരായിരുന്നു. അവൾ എന്തിനാണ് തന്നെ വിളിക്കുന്നത് എന്നോർത്ത് അബിയുടെ നെറ്റി ചുടിഞ്ഞു. ഹലോ അനന്യ, അബി ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു. അഭിനവ്, എത്ര പെട്ടെന്ന് കമ്പനി ഓഫീസിലെത്തൂ, വൈകരുത്. അനന്യയുടെ ശബ്ദം ആജ്ഞ പോലെയായിരുന്നു. അഭിനവനത് കേട്ട് ദേഷ്യം തോന്നി. എന്താ അനന്യ, കരാർ ഉറപ്പിക്കാൻ പറ്റിയില്ലേ? അവൻ ചോദിച്ചു. റാണി എന്തെങ്കിലും തരികട കാണിച്ചോ എന്ന് അഭി ചിന്തിച്ചു. കരാറൊക്കെ ഉറപ്പിച്ചു, പക്ഷെ പ്രശ്നം അതല്ല. നീ ഇപ്പൊ തന്നെ കേദാർ ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് വരുമോ, അതോ ഞാൻ ഇനി നിന്റെ ഓഫീസിലേക്ക് വരണോ? വളരെ ദേഷ്യത്തിൽ ഉറക്കെയാണ് അനന്യ അത് ചോദിച്ചത്. അനന്യ ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നത് അഭിനവ് ആദ്യമായി കേൾക്കുകയായിരുന്നു. അവൾ വാശിക്കാരിയാണെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷെ ഇന്നത്തെ അവളുടെ പെരുമാറ്റം കണ്ട് അവന് ദേഷ്യം തോന്നി. ശരി, ഞാൻ അങ്ങോട്ട് വരാം. അഭി പറഞ്ഞു തീരുന്നതിന് മുൻപ് ഫോൺ കട്ടായി. അനന്യയ്ക്ക് പെട്ടെന്ന് എന്തിനാണ് ഇത്രയും ദേഷ്യം വന്നതെന്ന് അഭിക്ക് മനസ്സിലായില്ല. കരാർ ഉറപ്പിച്ചെന്നല്ലേ അവൾ പറഞ്ഞത്. പിന്നെ ഇപ്പോ ദേഷ്യപ്പെടാൻ പ്രത്യേകിച്ച് കാരണം ഒന്നും കാണുന്നില്ലല്ലോ.
അവൻ കുറച്ചു നേരം ആലോചിച്ചു. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്തു വെച്ചത് കണ്ടിട്ടാണോ അവൾ ദേഷ്യപ്പെടുന്നത്? അതിനവളെ ദേഷ്യം പിടിപ്പിക്കാൻ മാത്രം ഞാനിപ്പോ ഒന്നും ചെയ്തില്ലല്ലോ. അബി ഓരോന്ന് ആലോചിച്ചു നിന്നു. എന്നാലും എന്തിനായിരിക്കും അവളിങ്ങനെ ചാടിക്കടിച്ച് സംസാരിച്ചത്? ഇനിയിപ്പോ ഇതറിയാൻ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ, അവളെ നേരിട്ട് പോയി കാണുക. അവൻ വേഗം കാറെടുത്ത് കേദാർ ഗ്രൂപ്പിലേക്ക് തിരിച്ചു. കേദാർ ഗ്രൂപ്പിന്റെ ഓഫീസ് റിസപ്ഷനിലേക്ക് നടക്കുമ്പോൾ അവന്റെ ഹൃദയമിടിപ്പ് കൂടി. റിസപ്ഷനിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഹായ്, ഞാനിവിടെ അനന്യ മേനോനെ കാണാൻ വന്നതാണ്. എന്റെ പേര് അഭിനവ് രജപുത്ര. അബി അവരോട് പറഞ്ഞു. അഭിനവ് രജപുത്ര, ഓക്കെ, മാഡം നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യൂ, നേരെ മുന്നോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞാൽ ഒരു ക്യാബിൻ കാണാം, അവിടെയാണ് മാഡം ഉള്ളത്. റിസപ്ഷനിസ്റ്റ് കൈ ചൂണ്ടിക്കാണിച്ചു. അഭിനവ് ഉടനെ അവളുടെ ഓഫീസിലേക്ക് പോയി. റിസപ്ഷനിസ്റ്റ് അവനെ നോക്കി നിന്നു. ഇയാൾക്ക് കുറച്ച് നേരത്തെ വന്നൂടെ? ഇയാൾ നേരം വൈകിയതിനാണ് ആ പെണ്ണുപിള്ള എന്നെ ചീത്ത പറഞ്ഞത്. റിസപ്ഷനിസ്റ്റ് പെറുപിറുത്തു. അനന്യയുടെ ക്യാബിനിൽ കയറിയപ്പോൾ അവൾ തലയിൽ കൈവച്ചിരിക്കുന്നത് അഭിനവ് കണ്ടു. എന്താണ് അനന്യ, എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? അഭി ചോദിച്ചു. അത് കേട്ട് അവൾ തലയുയർത്തി നോക്കി. അവളുടെ മുഖത്ത് ദേഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് സംഭവിച്ചെന്നോ? നിനക്ക് നാണെന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോയിട്ടില്ലേ? അനന്യ ഉച്ചത്തിൽ അവനോട് വിളിച്ചു ചോദിച്ചു. അവൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് അഭിനവിന് മനസ്സിലായില്ല. ഒരു നിമിഷം താൻ ടൈഗർ ആണെന്ന് അനന്യ അറിഞ്ഞിരിക്കുമോ എന്നവന് തോന്നി. നീ വളഞ്ഞു മൂക്കെ പിടിക്കാതെ എന്താണ് പ്രശ്നമെന്ന് പറ. അഭിയും ദേഷ്യത്തോടെ അനന്യയോട് പറഞ്ഞു. അനന്യ ഒന്നും മിണ്ടിയില്ല. ദേഷ്യത്തോടെ അവനെ നോക്കി. തൻ്റെ മൊബൈൽ സ്ക്രീൻ കാണിച്ചു. അഭിനവ് സ്ക്രീൻ ശ്രദ്ധിച്ചു. അതിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ടതും അവൻ്റെ കാലുകൾക്ക് താഴെയുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ അവന് തോന്നി. അവൻ്റെ ശരീരം മുഴുവൻ വിയർത്തു. കോപാകുലയായ അനന്യ ഉടൻ തന്നെ അഭിനവിനെ തൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അഭിനവ് വളരെ വേഗം അവിടെ എത്തി. അനന്യയുടെ ഫോണിലുള്ള ഒരു ഫോട്ടോ കണ്ടപ്പോൾ അവൻ ആകെ അമ്പരന്നുപോയി. എന്താ ഇതൊക്കെ? റോഷ്നി എന്തിനാ തൻ്റെ ദേഹത്ത് ചാരി നിൽക്കുന്നത്? താനാണെങ്കിൽ അവളുടെ ഇടുപ്പിൽ കൈയൊക്കെ ഇട്ട് പിടിച്ചു നിൽക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? അത് ചോദിക്കുമ്പോൾ അനന്യ ദേഷ്യം കൊണ്ട് വിറച്ചു. അബി ഇപ്പോഴും അത്ഭുതത്തോടെ ആ ഫോട്ടോ നോക്കി നിൽക്കുകയായിരുന്നു. ആ ഫോട്ടോയിൽ അവൻ റോഷ്നിയുടെ അരയിൽ കൈവച്ച് അവളുടെ നേരെ നോക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അഭിനവിന്റെ ഓർമ്മയിൽ അത് അവരുടെ രണ്ടുപേരുടെയും മുന്നിൽ അർജുനും ശ്യാമും നിൽക്കുമ്പോഴുള്ള ഫോട്ടോയാണ്. എന്നാൽ അവർ രണ്ടുപേരും ആ ഫ്രെയിമിൽ വന്നിട്ടില്ല. എന്താ ഇത്? എന്താ ഇതിൻ്റെ അർത്ഥം? ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം, അനന്യ അവനെ നോക്കി ചോദിച്ചു. ഒപ്പം അവൾ ഒന്നൊന്നായി സ്വൈപ്പ് ചെയ്ത് കൂടുതൽ ഫോട്ടോകൾ കാണിച്ചു. ഇതാരോ പ്ലാൻ ചെയ്തെടുത്തതാണെന്ന് ആ ഫോട്ടോകൾ കണ്ടപ്പോൾ തന്നെ അഭിനവിന് മനസ്സിലായി. അതിലൊരു ഫോട്ടോ കണ്ട് അവൻ ആ രംഗം ഓർത്തെടുത്തു. ആ ഫോട്ടോ എടുത്ത ആംഗിൾ വെച്ച് നോക്കുമ്പോൾ തങ്ങളുടെ പുറകിൽ നിന്നായിരിക്കും അതൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്നവരെ അവനൊന്ന് ഓർത്തു നോക്കി. അപ്പോഴാണ് അവന്റെ മനസ്സിലേക്ക് പാർക്കിംഗ് ലോട്ടിൽ ദൂരെ നിർത്തിയിട്ടിരുന്ന കാറിലിരിക്കുന്ന ആ അപരിചിതന്റെ മുഖം ഓർമ്മ വന്നത്. പെട്ടെന്നാണ് അനന്യ മറ്റൊരു ഫോട്ടോ എടുത്ത് അവനെ കാണിച്ചത്. റോഷ്നി അഭിനവന്റെ മുഖത്തെ ടൗവലിലെ നൂലെടുക്കുമ്പോഴായിരുന്നു കൃത്യമായി ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തത്. സത്യം അതായിരുന്നുവെങ്കിലും ആ ഫോട്ടോ കാണുമ്പോൾ അവൾ അവനെ ചുംബിക്കാൻ പോകുന്നത് പോലെ ഉണ്ടായിരുന്നു. ഫോട്ടോസ് എല്ലാം കണ്ടപ്പോൾ അബിയുടെ ഉള്ളിൽ ചെറിയ പരിഭ്രമം ഉണ്ടായിരുന്നുവെങ്കിലും അനന്യയുടെ മുന്നിൽ അത് മറച്ച് അവൻ ശാന്തനായിരുന്നു. ഒരുപക്ഷെ തനിക്ക് അനന്യയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അവൻ കരുതി. എന്നാൽ ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതെ തൻ്റെ മുന്നിലിരിക്കുന്ന അബിയെ അനന്യ ദേഷ്യത്തോടെ നോക്കി. ഈ ഫോട്ടോകൾ ആരാണ് നിനക്ക് അയച്ചതെന്ന് പറയും. സത്യം പറ, ഇതെല്ലാം നിന്റെ പണിയല്ലേ? നീയല്ലേ ഞങ്ങളുടെ പിന്നാലെ ഒരു സ്പൈയെ വെച്ചത്? ഇത് കേട്ട് അനന്യയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ പല്ല് കടിച്ചു പിടിച്ച് സ്വയം ഒതുങ്ങി. ആദ്യം നീ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. ഈ റോഷ്നി നിന്റെ കാമുകിയാണോ, അല്ലെങ്കിൽ എന്തിനാണ് നീ ഇത്രയും ചേർന്ന് നിൽക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഇടയിൽ നടക്കുന്നത്? അനന്യയുടെ ചോദ്യം കേട്ട് അഭിനവ് ഒന്ന് നെടുവീർപ്പിട്ടു. നീ എന്താ ഈ പറയുന്നത്? നീയല്ലേ റോഷ്നിയോട് എന്നെ ആ ഉദ്ഘാടന പാർട്ടിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത്? ഞങ്ങൾ ഒരുമിച്ച് ഉദ്ഘാടനത്തിന് പോയി. ദാറ്റ്സ് ഓൾ. ഇതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ? ഇതിനെക്കുറിച്ച് നീ ഒന്നും ചോദിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്.